കുറിച്ച് അല്ലാഹു ഉദ്ധരിക്കുന്നതും ഇതേ വാക്കാണ്. ഹൈസു ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഇവയെ ആരാധിക്കുന്നില്ല ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരായിട്ടല്ലാതെ എന്നാണ്. അപ്പൊ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഇവയെ ആരാധിക്കുന്നില്ല എന്നവർ പറഞ്ഞ സന്ദർഭമെന്ന് ഇവിടെ ഇമാം റാസി എടുത്തു കൊടുക്കുന്നത്, ജൂതന്മാരാവട്ടെ അവരും ഖാലിഖ് മുദബ്ബിർ അള്ളാഹു ആണെന്ന് വിശ്വസിച്ചവരാണ്. അവിടെ ഖാലിഖും മുദബ്ബിറും അള്ളാഹു അല്ല എന്ന വിശ്വാസം അവർക്കും ഇല്ല എന്ന് കൃത്യമാണ്. ആ ഖാലിഖും മുദബ്ബിറും അള്ളാഹു മാത്രമാണ്, വിഗ്രഹങ്ങൾക്ക് ദൈവങ്ങൾക്ക് അതുണ്ടാവുകയില്ല എന്നവർ വിശ്വസിച്ചു. മാത്രമല്ല, ഇവിടെ മക്കാ മുശ്രിക്കുകൾക്ക് അങ്ങനത്തെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ഖാലിഖൻ മുദബ്ബിറൻ എന്ന് ഇമാം റാസി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ശുദ്ധ അസംബന്ധമാണ്. റാസി ഇമാം പറഞ്ഞത് ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെ പറയില്ല എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ദാരിമി, അതേ അബൂബക്കർ ദാരിമിക്കാണെങ്കിലും സലിം ഇർഫാനിക്കാണെങ്കിലും ബുദ്ധി തീരെയില്ല എന്ന് ഇമാം റാസിയുടെ പ്രഖ്യാപനം കൊണ്ട് ബോധ്യപ്പെടുകയാണ്. അതേ മിനൽ മുസ്തഹീലി അൻ യഖൂലൽ ആഖിൽ, ബുദ്ധിയുള്ള ഒരാൾ പറയൽ അസംഭവ്യമാണ് എന്ന് ഇമാം റാസി പറഞ്ഞ വാചകത്തിന്റെ ബാക്കിയെല്ലാം കട്ടുമാറ്റിവെച്ച് ഖാലിഖൻ മുദബ്ബിറൻ എന്ന വാക്ക് മാത്രം എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ആകെ ഈ വിഷയത്തിൽ പറഞ്ഞൊരു ഇബാറത്താണിത്. എന്നാൽ ബാക്കി ഒരൊറ്റ ഭാഗവും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അവന്റെ ദീനിലില്ലാത്തൊരു വിഷയം പറയാൻ ശ്രമിച്ചതിന്റെ പേരിൽ അവർ വമ്പിച്ച അപകടത്തിലേക്ക് എടുത്തു ചാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, കാരന്തൂരികൾ അഥവാ കാന്തപുരം വിഭാഗം അവർ ചില ഹദീസുകൾ കഴിഞ്ഞുപോയ ചില സംവാദങ്ങളിൽ അവർ ചില ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് കടന്നു വന്നു. എന്നാൽ ഇവർ പരിശുദ്ധ ഖുർആൻ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഏറ്റവും വലിയ ദുർവ്യാഖ്യാന വീരന്മാര് ഞങ്ങളാണെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് മംഗലാപുരം സംവാദത്തിൽ നമ്മൾ കണ്ടത്. മാത്രമല്ല, ഇന്ന് വരെ കേരളം കേട്ടിട്ടില്ലാത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, ലോക മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന സകലമാന മുസ്ലിമീങ്ങൾക്കും പരിചയമില്ലാത്തൊരു വാദം കൂടി അതാ അവിടെ വെച്ച് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. മുജാഹിദ് പക്ഷത്തുനിന്ന് ചോദ്യം വന്നു. നിങ്ങൾ ആ ചോദ്യോത്തരം കേട്ടതാണല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്നിങ്ങനെ ഫാത്തിഹയിൽ പറഞ്ഞ ഈ പ്രാർത്ഥന, അവിടെ ഇഹ്ദിന എന്നതിനു മുമ്പ് യാ ശൈഖ് മുഹീദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു പ്രാർത്ഥന ഈ ഒരാൾ പ്രാർത്ഥിക്കുകയും കേട്ടുനിന്നവർ അതിന് ആമീൻ പറയുകയും ചെയ്താൽ ഇതിന്റെ വിധി എന്താണ്? ഇത് ശിർക്കാണോ അല്ലേ? അവർ പറഞ്ഞു, അല്ല, അത് പറയുന്നത് കൊണ്ട് വിരോധമില്ല. അതിന്റെ അർത്ഥം മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ ഒരു സബബാണ് എന്ന നിലക്കാണ് എന്നാണ്. പിന്നെ മൂപ്പരിപ്പ ഒരു ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ് ഫാത്തിഹ സൂറത്തുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അത് യാതൊരു സംശയവുമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ച ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന പരിശുദ്ധ ഖുർആനിലെ പ്രാരംഭ അധ്യായത്തിലെ ആദ്യത്തെ പ്രാർത്ഥന, ലോകത്തിന് അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാമെന്ന് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചു ഈ പുരോഹിത വർഗം. അതേ ചേളാരി സമസ്തക്കാർ, ലോകത്തൊരാളും പറഞ്ഞിട്ടില്ലാത്ത വാദം, ലോകത്തൊരു ഇമാമിനും പരിചയമില്ലാത്ത വാദം. നഊദു ബില്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശരിക്കും ഉണർന്ന് ചിന്തിക്കേണ്ടതാണ് എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതിനനുബന്ധമായി നമ്മൾ ചോദിച്ചു, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ തുടങ്ങുന്ന റബ്ബന എന്ന് തുടങ്ങുന്ന ധാരാളം പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന് തുടങ്ങുന്ന കുറെ പ്രാർത്ഥനകൾ, അതിൽ റബ്ബന മാറ്റിയിട്ട് ശൈഖിനെ വെച്ചാൽ ശരിയാകുമോ? അതിന് വല്ല പരിധിയുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നേർക്ക് നേരെ ഉത്തരം പറയാതെ, റബ്ബന എന്നത് അള്ളാഹിനോട് പറഞ്ഞല്ലേ മൗലവി, അതെങ്ങനെ സൃഷ്ടികളോട് പറയാൻ പറ്റും? റബ്ബന എന്ന് പറഞ്ഞാൽ റബ്ബാക്കലല്ലേ,
എന്ന് ചോദിച്ചു രക്ഷപ്പെടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവരുടെ വാദപ്രകാരം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് പറയാൻ പറഞ്ഞ ഏതു പ്രാർത്ഥനകളും അതിന്റെ തലവെട്ടിയിട്ട് ഷെയ്ഖിനെ കയറ്റിയാൽ, വലിയനെ കയറ്റിയാൽ, ഒരു കുത്തുബിനെ കയറ്റിയാൽ, ഒരു പ്രവാചകനെ കയറ്റിയാൽ അതോടെ ആ പ്രാർത്ഥന അവരോടും ആകാം എന്ന് തത്വത്തിൽ സമ്മതിച്ചു എന്നത് കേരളത്തിൽ സലഫികൾ ഇത്രയും കാലം പറഞ്ഞു വന്ന വാദമുണ്ടല്ലോ. ഇവർ ശിർക്കിലേക്കാണ്, ശിർക്കിന്റെ പ്രചാരകന്മാരാണ്, ഇവർ ശിർക്കിന്റെ പ്രബോധകന്മാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ വാദം അരക്കിട്ടുറപ്പിക്കാൻ മംഗലാപുരം സംവാദം കൊണ്ട് സാധിച്ചു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല ഈ സംവാദത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഏകദേശം മുജാഹിദ് പക്ഷം അങ്ങോട്ട് 4 ചോദ്യം ചോദിച്ചു. അവിടെ നിന്നിങ്ങോട്ടവർ 6ഓളം ചോദ്യം, 5 ചോദ്യം അവർ ഔദ്യോഗികമായി ചോദിച്ചു, 1 ചോദ്യം ഇടക്കവർ ചോദിച്ചു എണ്ണത്തിൽപ്പെടാതെ. അങ്ങനെ 6 ചോദ്യം അവിടെ നിന്നിങ്ങോട്ട് വ്യക്തമായ മറുപടികളിലൂടെ മുജാഹിദ് പക്ഷം കൃത്യമായി അവരോട് സമീപിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ആയത്തോതിയില്ല എന്ന് പറഞ്ഞു. 1ാമത്തെ ചോദ്യത്തിന് ആയത്തോതി, അതേ പ്രാർത്ഥനയുടെ നിർവചനവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനായത്തോതി കൽപ്പിച്ചു. പാഠപുസ്തകം പറഞ്ഞപ്പോൾ അതിന് ഉദ്ധരണികൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞു. അങ്ങനെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി. പിന്നെ അവർ ചെയ്തത് വിഷയത്തിൽ നിന്ന് തെന്നിമാറി കേരളത്തിലെ സലഫി പ്രബോധകരിലെ സക്കരിയ സ്വലാഹിയും ജബ്ബാർ മൗലവിയും അവർ തമ്മിൽ വൈരുദ്ധ്യമാണെന്നും അവരുടെ പുസ്തകങ്ങൾ വൈരുദ്ധ്യാത്മകതയാണെന്നും ഒക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അക്കമിട്ട മറുപടിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരവരുടെ വാദം ഉന്നയിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ ഒരു അരവരി കൊണ്ട് പോലും അവർക്ക് സാധിച്ചില്ല എന്നത് നിങ്ങൾ അല്പം മുമ്പ് കേട്ടതാണല്ലോ. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച മക്കയിലെ മുശ്രിക്കുകൾ, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ വിവരമുണ്ടായിരുന്നു. പക്ഷേ ആരാധ്യത അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്ത കാരണത്തിനാൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാതെ ശിർക്കിന്റെ പ്രചാരകരായി മാറി നരകത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിക്കുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ നേരത്തെ പറഞ്ഞ ദുർവ്യാഖ്യാനം പോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം വരെ മാറ്റിയിട്ട് അവരതാ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അവസാനത്തെ സമയത്തിൽ ഇനിയൊരു മറുപടി ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയ സലീം ഇർഫാനി അവസാനം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ഇതാ പരിശുദ്ധ ഖുർആൻ 52-ാം അധ്യായം സൂറത്തു തൂർ, ആ സൂറത്തു തൂറിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ സൃഷ്ടാക്കളാക്കിയിട്ടുണ്ട് എന്ന്. അള്ളാഹ് ചോദിക്കുന്നു, അവർക്കതിനൊരു ഉറപ്പുമില്ല എന്ന് ഇബ്നു കസീറും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടാവാണ് എന്ന വിഷയത്തിൽ അവർ ഉറപ്പിക്കുന്നില്ല എന്ന് ഇബ്നു കസീറും പറഞ്ഞിട്ടുണ്ട് എന്ന് വലിയ ഒരു നുണ ആ സംവാദത്തിന്റെ അവസാന ഭാഗത്ത് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇമാം റാസിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ പേരിലും വലിയ ഒരു തട്ടിപ്പ്. സുഹൃത്തുക്കളെ, എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പേടിയാണുള്ളത്? പരലോകം പ്രസംഗിക്കാനുള്ളതല്ലോ. അള്ളാഹു ജൂതന്മാരോട് ചോദിച്ചതുപോലെ ഒരു ചോദ്യം ഇതാ നിങ്ങളും കാത്തിരിക്കുന്നു. യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുബൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. അല്ലയോ വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നു? നിങ്ങൾ അറിവുള്ളവരാണല്ലോ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത് എന്ന് ജൂതന്മാരോട് ചോദിച്ച അതേ ചോദ്യം ഈ സമസ്ത പുരോഹിതന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ പറഞ്ഞു ആയത്തോതി, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യൂഖിനൂൻ. ഞാനത് ഇവരുടെ തന്നെ ഉസ്താദ് കെ വി കൂറ്റനാടിന്റെ പരിഭാഷയിൽ നിന്ന് വായിക്കുകയാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അതുമല്ല, ഒരു വസ്തുവുമില്ലാതെ അവരങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ അതോ അവർ തന്നെയാണോ സൃഷ്ടാക്കൾ? അം ഖലഖുസ് സമാവാതി വൽ അർള, അതല്ല അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ബൽ ലാ യൂഖിനൂൻ, പക്ഷേ അവർ ഒന്നും ദൃഢമാക്കുന്നില്ല.
ഇവിടെ പറഞ്ഞത് അവർ എന്ന പ്രയോഗം ആരെക്കുറിച്ചാണ്? അവർ എന്ന് പറഞ്ഞാൽ മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ കുറിച്ചല്ല, മക്കയിലെ മുശ്രിക്കുകളോടാണ് ചോദ്യം. അല്ല മുശ്രിക്കുകളെ, നിങ്ങൾ വെറുതെ ഒരു വസ്തുവില്ലാതെ വെറുതെ അങ്ങുണ്ടായതാണോ? അതല്ല നിങ്ങൾ തന്നെ നിങ്ങളെ സൃഷ്ടിച്ചതാണോ എന്ന ചോദ്യം. അതല്ല അവർ തന്നെയാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? അതെ, മക്ക മുശ്രിക്കുകളോട് ചോദിക്കാണ്. പക്ഷെ അവരൊന്നും ദൃഢമാക്കുന്നില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഈ വാക്കെടുത്തിട്ട് മക്ക മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവരെ സൃഷ്ടാക്കളാക്കി കണ്ടിരുന്നു. അല്ലാഹുവിനെ സൃഷ്ടാവായി കാണുമ്പോഴും അതിനവർക്ക് യഖീനില്ലായിരുന്നു എന്ന് പറയാനുള്ള ശുദ്ധ അസംബന്ധം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തുകൾക്ക് KV കൂറ്റനാട് കൊടുത്ത വിശദീകരണം എന്താണെന്നറിയോ? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ചമച്ചതാണെന്ന വാദത്തിന് ശക്തിയുക്തമായ വായടപ്പൻ മറുപടിയാണ് 34-ാം വാക്യം. നിരീശ്വരവാദികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് വാക്യം 35. അവർ സ്വയം അങ്ങുണ്ടായതാണോ അഥവാ അവർ തന്നെ അവരെ സൃഷ്ടിച്ചതോ? രണ്ട് നിലക്ക് ചിന്തിച്ചാലും അത് അസംഭവ്യമാണ്. അതിനാൽ അവരെ മറ്റൊരുത്തനാണ്, അല്ലാഹുവാണ് സൃഷ്ടിച്ചതെന്ന് സ്പഷ്ടമായി. ഈ ആയത്ത് ഇവിടെ മുതലല്ല, അല്പം ആയത്തുകൾക്ക് മുമ്പ് മുതലേ തുടങ്ങുകയാണ് അവരോടുള്ള ചോദ്യം, ആ മുശ്രിക്കുകളോടുള്ള ചോദ്യം. യഥാർത്ഥത്തിൽ ഇത് മക്ക മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെ കുറിച്ച് വിശ്വസിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചയേ അല്ല. ഇർഫാനി കോട്ടിമാട്ടിയത് അവിടെയാണ്. ഇത് അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് അവർ വിശ്വസിച്ചത് അങ്ങനെ അള്ളാഹുവിന്റെ ഖാലിഖിയ്യത്ത് അവർ ഉറപ്പിക്കണില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, അതിന്റെ അന്തിമം ഒരുപാട് ചർച്ചകൾ മുഫസ്സിറുകൾ നടത്തിയതിന്റെ അന്തിമം വലാകിൻ അദമു ഈഖാനിഹിം ഹുവല്ലദീ യഹ്മിലുഹും അലാ ദാലിക. അവർ പലതും അല്ലാഹുവിനെ പറ്റി ഉത്തരം മുട്ടുമ്പോൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലും വലാകിൻ അദമു ഈഖാനിഹിം, അവർക്ക് അതിൽ യഖീനില്ല, ഉറപ്പില്ല. ബല്ലാ യുഖിനൂൻ, സൂറത്തു തൂർ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. എന്നാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വലാകിൻ അദമു ഈഖാനിഹിം എന്ന വാക്കാണ് അദ്ദേഹം പ്രസംഗത്തിൽ ഉപയോഗിച്ചത്. എന്നാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, അം ഖലഖുസ് സമാവാതി വൽ അർള ബല്ലാ യുഖിനൂൻ, ഐ അഹും ഖലഖുസ് സമാവാതി വൽ അർള. മുശ്രിക്കുകളെ, അതെ അവരാണോ, ഈ മുശ്രിക്കുകളാണോ ആകാശഭൂമികൾ സൃഷ്ടിച്ചത്? വഹാദാ ഇൻകാറുൻ അലൈഹിം ഫീ ശിർക്കിഹിം ബില്ലാഹ്, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനുള്ള ശക്തമായൊരു ഇൻകാറാണ് ഈ വാചകം. വഹും, അവരാകട്ടെ യഅലമൂന അന്നഹുൽ ഖാലിഖു വഹ്ദഹു ലാ ശരീക ലഹു, ഖാലിഖ് അല്ലാഹുവാണെന്നും ആ ഖാലിഖിയത്തിൽ അവർ പങ്കു ചേർക്കുന്നില്ല എന്നും അവർ അറിയുന്നവരാണ്. വലാകിൻ അദമു ഈഖാനിഹിം, അവർ ഉറപ്പില്ലാത്തതുകൊണ്ട്, അവരൊന്നും ദൃഢമായി വെക്കാത്തതുകൊണ്ട് അവരെ അല്ലാഹു ഹുവല്ലദീ യഹ്മിലുഹും അലാ ദാലിക്, അതുകൊണ്ടാണ് അല്ലാഹു അവരോട് ചോദിച്ചത്, അല്ല നിങ്ങളാണോ, അല്ല മുശ്രിക്കുകളെ നിങ്ങളാണോ എന്ന പ്രയോഗം ഞാൻ ഖിതാബിട്ട് പറയുകയാണ്. ഖുർആൻ പറയുന്നു, അം ഖലഖുസ് സമാവാതി വൽ അർള, മുശ്രിക്കുകൾ അവരാണോ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് എന്ന അവരോടുള്ള ചോദ്യത്തെ നേരെ കോട്ടിമാട്ടി വിഗ്രഹങ്ങളിലേക്കാക്കിയിട്ട് അവരത് ഉറപ്പിക്കണില്ല, അള്ളാഹുവിന്റെ ഖാലിഖായി അവർ ഉറപ്പിക്കുന്നില്ല എന്ന് പ്രയോഗിക്കാനുള്ള ശ്രമം നടന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ വിഷയത്തിൽ ബഹറുൽ മുഹീത്തിൽ കാണാം, വലാ യൻദുറൂന നദറൻ യുഅദ്ദീഹിം ഇലൽ യഖീൻ, യഥാർത്ഥ ദൃഢവിശ്വാസത്തിലേക്ക് എത്താവുന്ന തരത്തിലുള്ള ചിന്ത അവർക്ക് ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ബഹറുൽ മുഹീത്തിലും കാണാം. വല്ലാ യുഖിനൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാലിഖിയത്ത് നിഷേധിച്ചു എന്നാണോ? അല്ല, അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, അതോടൊപ്പം തന്നെ പുനർജീവിപ്പിക്കാൻ അവൻ കഴിവുള്ളവനാണ് എന്ന കാര്യങ്ങളെ, എന്ന സത്യത്തെ അവർ ദൃഢമായി ഉറപ്പിച്ചു വിശ്വസിക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്നും പണ്ഡിതന്മാര് പറയുന്നു. മാത്രമല്ല ഖുർആൻ ചോദിക്കുന്ന ഈ ചോദ്യം ഇമാം റാസി റഹിമഹുല്ലാഹ് പറയാണ്, അം ഹുമുൽ ഖാലിഖൂൻ, അവരല്ല അവർ തന്നെ, അം ഹും അവരാണോ അൽ ഖാലിഖൂൻ സൃഷ്ടാക്കൾ എന്ന് ചോദിക്കുന്നു. യഖൂലു അം ഹുമുൽ ഖാലിഖൂന ഹാദൽ ഖൽഖ്, ഈ കാണുന്ന സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ചത് മുശ്രിക്കുകളെ അവരാണോ? ഫഹും ലിദാലിക ലാ യഅ്തമിറൂന ലിഅംരില്ലാ വലാ യൻതഹൂന അമ്മാ നഹാഹും അൻഹു ലിഅന്ന ലിൽ ഖാലിഖി അൽ അംറു വൻ നഹി. അതെ, നിങ്ങൾ സൃഷ്ടാക്കളായതുകൊണ്ടാണോ, മുശ്രിക്കുകൾ അവർ തന്നെ സൃഷ്ടാക്കളായതുകൊണ്ടാണോ അവർ അള്ളാന്റെ കൽപ്പന അംഗീകരിക്കാതെ അള്ളാഹു നിരോധിച്ചത് ഒഴിവാക്കാതെ ഇരിക്കാനുള്ള കാരണം
ഖാലിഖിനാണല്ലോ അംറും നഹിയും ഉള്ളത്. അപ്പൊ ഇവര് വിശ്വസിക്കാത്തത് കൊണ്ട്, ഇവർ അള്ളാന്റെ കൽപ്പന അംഗീകരിക്കാത്തത് കൊണ്ട് അള്ളാഹ് ചോദിക്കാണ്, അല്ല അവരെ സൃഷ്ടിച്ചത് അവർ തന്നെയാണോ? ഇനിയോ അം ഖലഖുസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവരാണോ? അതാ അള്ളാഹ് ചോദിക്കുന്നു അഖലഖുസ് സമാവാതി വൽ അർള എന്ന ചോദ്യം. എന്നിട്ട് അവർ ഉറപ്പിക്കുന്നില്ല എന്ന വിഷയത്തെ വിശദീകരിക്കും. അദ്ദേഹം പറയുന്നു ലിഅന്നഹും ലാ യൂഖിനൂന ബിവഈദില്ലാഹ്, അവർ അല്ലാഹുവിന്റെ താക്കീദിനെ അംഗീകരിക്കുന്നില്ല, ഉറപ്പിക്കുന്നില്ല. വമാ അഅദ്ദ ലിഅഹ്ലിൽ കുഫ്രി ബിഹി മിനൽ അദാബി ഫിൽ ആഖിറ, പരലോകത്ത് കാഫിറുകൾക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചതിനെയും അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. അതാണ് അർത്ഥം. അല്ലാതെ ലാ യുഖിനൂന അന്നഹുൽ ഖാലിഖു ഹുവല്ലാഹ്, ഖാലിഖ് അല്ലാഹുവാണ് എന്നവർ ഉറപ്പിക്കുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഇമാം റാസിക്കും പരിചയമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അതിന് അല്ലാഹ് ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്ക് ഉപയോഗിച്ചു. പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ തങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി അവർ കോട്ടിമാറ്റി. ഇങ്ങനെ അവസാന സെഷനിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ് അവരെ കൊണ്ട് ഇതൊക്കെ പറയാൻ പ്രേരിപ്പിച്ചത്. പിന്നെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതുപോലെ മുമ്പ് കഴിഞ്ഞുപോയ വലൗ അന്നഹും ഇളലമു അംഫുസഹും ജാഊക എന്ന ആയത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഇമാം ഇങ്ങനെ പറഞ്ഞു, ഈ ഇമാം ഇങ്ങനെ പറഞ്ഞു എന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി. ഞാൻ പറയട്ടെ, ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാള് വിധി തേടാതെ താഗൂത്തിനടുത്ത് വിധി തേടിപ്പോയപ്പോൾ റസൂലുള്ളാനെ എതിർക്കുകയും പ്രവാചകന്റെ വിധി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന പ്രവാചകനോടുള്ള തെറ്റ് അതിലുണ്ട്. അതോടൊപ്പം അള്ളാഹുവിനെ ധിക്കരിക്കലും ഉണ്ട് എന്നതുകൊണ്ട് അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് കാരണം ബോധിപ്പിക്കണം. എന്നിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വെച്ചവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുത്തവനായി കണ്ടേക്കാം, എത്തിച്ചേക്കാം എന്ന ആയത്ത് എല്ലാ കാലത്തേക്കും ബാധകമാണ് എന്ന ഒരു പരാമർശത്തിലൂടെയാണ് അവർ കടന്നു വന്നത്. എന്നാൽ പ്രിയപ്പെട്ട ദാരിമി, പ്രിയപ്പെട്ട ഇർഫാനി, പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ധിക്കരിച്ചാൽ, ഉടൻ തന്നെ നേരെ ബസ് എടുത്ത് ടിക്കറ്റ് എടുത്ത് മദീനയിൽ പോയി റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ടാണോ നിങ്ങൾ പാപമോചനം തേടുന്നത്? അങ്ങനെയാണല്ലേ നിങ്ങൾ ഉദ്ധരിച്ചത്? എങ്കിൽ ആ ആയത്തിന്റെ അർത്ഥം അങ്ങനെയല്ലേ വരേണ്ടത്? അപ്പോ നിങ്ങൾ ആയത്തിനെ സ്വന്തം ഇഷ്ടപ്രകാരം കോട്ടിമാറ്റാൻ പിന്നെ നിങ്ങൾ ഉദ്ധരിച്ച ഉതുബി കഥ, ഉതുബിയുടെ കാര്യം തന്നെ പോക്കാണ്. രണ്ടാമത് ആ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കഥയിലും നിങ്ങൾ പറയുന്നത് പോലെ എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും റസൂലുള്ളാഹി കേൾക്കുമെന്നും കാണുമെന്നും അറിയുമെന്നും എന്ന നിങ്ങളുടെ വിശ്വാസം അത് തകർക്കപ്പെടുന്നു. അതിൽ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് എന്റെ പാപം പൊറുക്കണേ നബിയെ നല്ലല്ലോ അയാൾ പറഞ്ഞത്. മറിച്ച് അള്ളാഹിന്റെ റസൂൽ അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കാൻ നിങ്ങളുടെ സന്നിധിയിൽ വന്നു എന്ന അയറാബിയുടെ ഒരു കള്ളക്കഥയല്ലേ എടുത്തുദ്ധരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ധാരാളം കോട്ടിമാട്ടലുകൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ചുരുക്കുകയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ ശക്തമായ നിലപാട്, ആ ശക്തമായ നിലപാടാണ് കേരളത്തിൽ സലഫി പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്വത്തിന്റെ കൃത്യമായ നിർവഹണമാണ് ഈ സംവാദത്തിലൂടെ പ്രകടമായിട്ടുള്ളത്. അതിന്റെ കൂട്ടത്തിൽ പറയട്ടെ, സംവാദം നടന്നതിന്റെ പിറ്റേ ദിവസം മംഗലാപുരത്ത് കന്നഡ പത്രത്തിൽ വാർത്ത എന്താണ്? മുജാഹിദുകൾ ഞങ്ങളോട്, സലഫികൾ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചില്ല. ആകെ ചോദിച്ചൊരു ചോദ്യമാവട്ടെ, അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ധാരാളം ചോദ്യം ചോദിച്ചിട്ട് വ്യക്തമായി മറുപടി പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നൊക്കെ വഴിവിട്ട പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും തോൽവി പിണഞ്ഞു എന്നതിന്റെയും പിടച്ചിലിൽ നിന്നുണ്ടായതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാഹ്, ഈ CD കാണുന്ന മുഴുവൻ ആളുകൾക്കും അത് ബോധ്യമാവുകയും ചെയ്യുമല്ലോ. അനുബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തിയെന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവർ വന്നു ഭവിച്ച, ഇവർ ചെന്നു വീണ ശിർക്കിന്റെ കാണാക്കയങ്ങളെയാണ് നമ്മൾ ഇതിലൂടെ ബോധ്യപ്പെടുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്തും അള്ളാഹു അല്ലാത്തവരോടും ചോദിക്കാമെന്ന ആധുനികവാദം, അതേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരോടും പ്രാർത്ഥിക്കാം
എന്ന് ശക്തമായി ഇവർ എഴുതുമ്പോൾ ഇവരുടെ മുൻഗാമികൾ എഴുതിയ വർത്തമാനത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചിട്ട് അതിന് പുതിയൊരു വ്യാഖ്യാനം ചമച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ അതിശക്തമായി നിലനിൽക്കുകയും അതിശക്തമായി മുന്നോട്ട് പോവുകയും ഖുബൂരിസത്തിന്റെ പൗരോഹിത്യത്തിന്റെ കോട്ടക്കൊത്തളങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാന വീരന്മാരുടെ ദുർവ്യാഖ്യാനങ്ങളെ കൈയോടെ പിടികൂടിക്കൊണ്ട് മാത്രമല്ല ആരോപണങ്ങളെ മുഴുവനും മുനയൊടിച്ച് തകർത്തുകൊണ്ട് ശക്തമായി മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സലഫി പ്രസ്ഥാനത്തിന് അല്ലാഹു തൗഫീഖ് നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സംവാദത്തിനിടക്ക് വെച്ച് ഇർഫാനി പല പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറഞ്ഞു, ഞങ്ങൾ വിജയിച്ചു എന്ന്. എന്നാൽ ഈ CD കാണുമ്പോൾ ആരുടെ ഭാഗമാണ് ശരിയെന്ന് ഈ CD കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തെ ഏറ്റവും ഉന്നതമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അല്ലാഹുവിന്റെ കിതാബിലും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലും അവർ നടത്തിയ കോട്ടിമാട്ടലുകളും കള്ളക്കളികളും ഇവ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചു എന്നത് മഹാനുഗ്രഹമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.